വിദ്യാർത്ഥികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിനുമായി തെക്കേക്കര പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ സർഗരചനകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി സംഭരണപ്പെട്ടി സ്ഥാപിച്ചു. കുറത്തിക്കാട് സെന്റ് ജോൺസ് യു.പി. സ്കൂളിൽ സർഗശേഷിപ്പെട്ടി സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രവി സിതാര നിർവഹിച്ചു. കുട്ടികളുടെ വായനശീലം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിനുമായി തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള സർഗരചനകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി സംഭരണ പെട്ടി സ്ഥാപിച്ചു. ആദ്യ പെട്ടി കഴിഞ്ഞ വർഷം കുറത്തിക്കാട് NSS ഹൈസ്കൂളിൽ സ്ഥാപിച്ചിരുന്നു. കുറത്തിക്കാട് സെന്റ് ജോൺസ് യു.പി. സ്കൂളിലും സർഗശേഷി പെട്ടി സ്ഥാപിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രവി സിതാര ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വീട്ടിൽ ഒരു ദിനപത്രം വന്നാൽ പണ്ട് അച്ഛനും മക്കളും തമ്മിൽ അടിയിടുമായിരുന്നു, ആദ്യം എനിക്ക് വേണമെന്ന് വായിക്കും. ഇന്ന് ആ അവസ്ഥ മാറിയിട്ട് മുതിർന്നവർ മാത്രം, ഒരു 50 വയസ്സിന് മേലെ പ്രായമുള്ളവർ മാത്രം ദിനപത്രങ്ങൾ വായിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറി. ആ മാധ്യമങ്ങളിലെ അന്നന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും അതിനുള്ള താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു പുതിയ തലമുറ വളർന്നു വരുന്ന ഇവിടെ ഞാൻ ഈ കാഴ്ച കാണുന്നത് കുഞ്ഞുങ്ങൾ ഈ കാഴ്ച അവർ ശ്രദ്ധിക്കുന്നതല്ല എൻ്റെ വിശ്വാസം. അവരെ ഇത് കാണിക്കണം. പക്ഷെ ലോകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംഭവം നമ്മളൊരു ദുരന്തം നടക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടുകൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്ത് ഇവിടെ ഈ രീതിയിൽ പ്രദർശിപ്പിക്കേണ്ട അധ്യാപികമാരും കാണിച്ച താല്പര്യം എടുത്തു പറയേണ്ടതാണ്. അവരെ അക്കാര്യത്തിൽ ഞാൻ അനുവദിക്കുന്നു. അവരെ ഇനി ഇതൊക്കെ പത്രമാധ്യമങ്ങളിലേക്ക് അവർ ശ്രദ്ധ വരാൻ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുർത്തിക്കാട് അധ്യക്ഷനായി. അതായത് നമ്മളിലൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. എഴുതാനുള്ള കഴിവാവാം, അല്ലെ, വരയ്ക്കാനുള്ള കഴിവാവാം. അതൊക്കെ അതെന്തായാലും അത് നിങ്ങൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുക. അത് പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ ഞങ്ങളെന്താ ചെയ്യുന്നത്? തെക്കേക്കര ജന്മനസ്യൂലൻ ഗ്രന്ഥശാല എല്ലാ മാസവും അത് തുറന്ന് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അതിലെ ഏറ്റവും നല്ല രചന, ഏറ്റവും നല്ല കവിത, ഏറ്റവും നല്ല കഥ, ഏറ്റവും നല്ല ചിത്രം അവർക്ക് ഞങ്ങൾ സമ്മാനം കൊടുക്കും. കേട്ടോ? അപ്പോ അതിനെല്ലാവരും തയ്യാറാവുക. വളർന്നത് ഞങ്ങൾക്കഭിമാനം, മടിത്തട്ടിൽ ജനിച്ചു വളർന്നത് ഞങ്ങൾക്കഭിമാനം. നീ എന്നും സ്നേഹം കൂട്ടി വളർത്തി ഞങ്ങൾ തന്നഭിലാഷം. ഹെഡ്മാസ്റ്റർ റിനോഷ് സാമുവൽ സ്വാഗതവും വായനശാല സെക്രട്ടറി ആർ ശശിധരക്കുറുപ്പ് നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.